Hi students, welcome to Sapphire Future Academy Board Booster Series. So last class we discussed the electromagnetic induction എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ. നമ്മൾ രണ്ട് പാർട്ടോളം കംപ്ലീറ്റ് ചെയ്തു. സോ ഇത് നമ്മൾ തേർഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്നും ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് പാർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. സോ നമുക്ക് മെല്ലെ ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ആയിരുന്നില്ല പറഞ്ഞത്, ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ. വാട്ട് യു മീൻ ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് EMF ഇൻ എ കോയിൽ ബൈ വേരിങ് ദ കറണ്ട് ഇൻ ദ നെയ്ബറിങ് കോയിൽ അല്ലേ. ബേസിക്കലി എന്താണ്, രണ്ട് കോയിൽ ഉണ്ട് അല്ലേ. അതിൽ ഒരു കോയിലിൻ്റെ കറണ്ട് ഡിഫറെൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് ചേഞ്ച് ആകുമ്പോൾ നെയ്ബറിങ് കോയിൽ എന്തുണ്ടാവും, EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ, ഫിഗർ നോക്കിക്കോളൂ. ഞാനിവിടെ രണ്ട് കോയിൽ കൺസിഡർ ചെയ്യണ്ടേ. സോ ഇത് കോയിൽ S1 ആണ്, ഇത് കോയിൽ S2 ആണ് അല്ലേ. S1 ഞാൻ എന്ത് കൊടുത്തു, ഒരു കറണ്ട് സോഴ്സ് കൊടുത്തു. സോ ഇതിലൂടെ എന്ത് പോവും, കറണ്ട് മൂവ് ചെയ്യും. സോ ആ കറണ്ട് എന്താണ്, ഞാൻ I1 കൊടുത്തു. ദെൻ ഇതാണ് നമ്മുടെ S2 എന്ന് പറയുന്ന കോയിൽ. നോക്കിക്കോളൂ. അപ്പോൾ എന്താ നോക്കിയാ, ഈ I1 എന്ന് പറയുന്ന കറണ്ട് ഈ ഒരു കോയിലിലൂടെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും അല്ലേ. ദാറ്റ് ഈസ് ആ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ B1 കൊടുത്തു. റെഡി ആണല്ലോ. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ആ ഫീൽഡ് ലൈൻസ് എന്തായിട്ട് ലിങ്ക് ആവും, S2 എന്ന് പറയുന്ന കോയിലായിട്ട് എന്താണ് ലിങ്ക് ആവും അല്ലേ. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിനും കൂടി ബാധകമായിരിക്കും. അല്ലെങ്കിൽ S2 എന്ന് പറഞ്ഞ കോയിലേക്ക് എന്താവും, ചെറുതായിട്ട് ലിങ്ക് ആവും അല്ലേ. സോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ S2ൻ്റെ എന്ത് സംഭവിക്കും, S2ൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് മാറും അല്ലേ. സോ S2ൻ്റെ മാഗ്നറ്റിക് ഫീൽഡല്ല, മാഗ്നറ്റിക് ഫ്ലക്സ് എന്താവും, ചേഞ്ച് ആവും അല്ലേ. സോ അങ്ങനെയാണ് ഈ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും, ഒരു EMF ജനറേറ്റ് ആവും. ബേസിക്കലി ഇവിടെ എന്താ സംഭവിച്ചത്, I1 എന്ന് പറയുന്ന ഈ ഒരു I1 എന്ന് പറഞ്ഞ കറണ്ട് ചേഞ്ച് ആയപ്പോൾ എവിടെ കറണ്ട് ഇൻഡ്യൂസ് ആയി, സെക്കൻഡ് കോയിലിൽ കറണ്ട് ഇൻഡ്യൂസ് ആയി. ഇത് തമ്മിൽ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ, ഇല്ല. എന്നിട്ട് അവിടെ എന്തുണ്ടായി, ഒരു EMF ഇൻഡ്യൂസ് ആയി. അങ്ങനെയാണ് നോക്കിക്കോളൂ. I1 എന്താണ്, I1 ചേഞ്ച് ചെയ്യാണ് അല്ലെ. നമുക്കൊരു ഫ്ലോ ചാർട്ട് നോക്കാം. I1 എന്താണ്, ചേഞ്ച് ചെയ്യാണ്. I1 ചേഞ്ച് ആകുമ്പോൾ ഞാൻ പറഞ്ഞു എന്ത് മാറുന്നുണ്ട്, B1 ചേഞ്ച് ആവും. B1 ചേഞ്ച് ആയി അല്ലേ. B1 ചേഞ്ച് ആയപ്പം എന്ത് സംഭവിച്ചു, ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറി എന്നാണ് പറഞ്ഞത് അല്ലേ. സോ എന്ത് സംഭവിക്കാം, Φ2 വിൽ ചേഞ്ച്. ദെൻ Φ2 ചേഞ്ച് ആയി കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും, EMF വിൽ ഇൻഡ്യൂസ്. എവിടെയാണ് ഇൻഡ്യൂസ് ചെയ്യുക, സെക്കൻഡ് കോയിൽ. എവിടെയാണ്, സെക്കൻഡ് കോയിൽ. സോ ഈ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിക്കോളൂ, ഈ I1ഉം Φ2 തമ്മിൽ റിലേഷൻ ഉണ്ട് അല്ലേ. I1 ചേഞ്ച് ആയപ്പോൾ Φ2 ചേഞ്ച് ആയി. അങ്ങനെയാണ് എനിക്ക് എന്ത് പറയാം, Φ2 ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്, I1 ആണ് ആണല്ലോ. Φ2 മാറുമ്പം I1 മാറിയപ്പം Φ2 മാറി. ദെൻ അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, Φ2 ഈസ് ഈക്വൽ ടു എന്താണ്, ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു ചെയ്യണം അല്ലേ. Φ2 ഈസ് ഈക്വൽ ടു M ഇൻറ്റു I1, വേർ M എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് അല്ലേ. അല്ലെങ്കിൽ എന്ത് പറയാം, കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. റെഡി ആണല്ലോ അല്ലേ. അപ്പം നമുക്ക് കിട്ടി, എന്ത് കിട്ടി, Φ2 കിട്ടി. ദെൻ ഇവിടെ ഉണ്ടാവുന്ന EMF ആണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു നെയ്ബറിങ് കോയിൽ ഉണ്ടാവുന്ന EMFൻ്റെ വാല്യൂ അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, EMF ഇൻഡ്യൂസ്ഡ് ഇൻ കോയിൽ ഏതിലാണ്, 2ലാണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം, നമുക്ക് Φ2 അറിയാം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് അറിയാം. അങ്ങനെയെങ്കിലാണ് EMF കണ്ടുപിടിക്കുക, -d/dt ഓഫ് എന്താണ്, Φ2 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -d/dt ഓഫ് എന്താ ഉള്ളത്, Φ2 എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് M ഇൻറ്റു I1 ആണ്. റെഡി ആണല്ലോ. M എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് നിന്ന് പുറത്തെടുക്കാം. സോ ബാക്കി എന്തുണ്ട്, -M ഇൻറ്റു di/dt. സോ ഇതാണ് എന്ത്, നമ്മുടെ EMFൻ്റെ ഇക്വേഷൻ. റെഡി ആണല്ലോ. ഇത്ര EMF എവിടെ ഇൻഡ്യൂസ് ആവുന്നുണ്ട്, നമ്മളുടെ നെയ്ബറിങ് കോയിലിൽ ഇൻഡ്യൂസ് ആവുന്നുണ്ട്. വേർ M is the mutual inductance ആണ്, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ്
മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയും. സോ എമ്മിന് ഒരു ഡെഫിനിഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പറയുക? സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എം? എം ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF വെൻ di/dt ഈക്വൽ ടു 1. റെഡിയാണല്ലോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് എം, അതായത് ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു EMF ഇൻഡ്യൂസ്ഡ് വെൻ di/dt ഈക്വൽ ടു 1. റെഡിയാണല്ലോ? അതായത് വെൻ di/dt equal to 1, we can say that E is equal to minus m. അല്ലേ? അപ്പോൾ മൈനസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, മൈനസ് എം വരും. റെഡിയാണല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തുള്ളൂ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കേസിൽ പറയാനുള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് എ 2 കോആക്സിയൽ സോളിനോയിഡ്. അതായത് 2 കോആക്സിയൽ സോളിനോയിഡിൻ്റെ കേസിലുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കണം. അതിൻ്റെ ചെറിയൊരു ഡെറിവേഷനും കൂടി ഉണ്ട്. സോ ആ സെക്ഷനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓവറാണ്. മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് എ കോആക്സിയൽ സോളിനോയിഡ് അല്ലേ, അത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 കോയിലുണ്ട് അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ വേണമെങ്കിൽ 2 കോയിൽ വേണം, ഷുവർ ആണല്ലോ. സോ ഒരു വലിയൊരു കോയിലുണ്ട്, ഒരു ചെറിയൊരു കോയിലുണ്ട് അല്ലേ? വലിയ കോയിൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡയമീറ്റർ കൂടുതലാണ് വെൻ കമ്പയർഡ് ടു ചെറിയൊരു കോയിൽ അല്ലേ? സോ വലിയൊരു കോയിലിൽ S2, ചെറിയ കോയിലിനെ S1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത് അല്ലേ? ഈ ഒരു കോയിലിനെ ഞാൻ ഈ സോളിനോയിഡിനെ ഈ ഒരു ഷേപ്പിൽ ഞാൻ പിടിച്ചെന്ന് വിചാരിച്ചു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലേ? സോ അതിനുള്ളിൽ എന്തുണ്ട്? ഒരു ചെറിയ സോളിനോയിഡും ഉണ്ട്. സോ ഈ ഒരു ഇതിൻ്റെ റേഡിയസ് R1ഉം സോ ഈ വലിയൊരു ഇതിൻ്റെ റേഡിയസ്, വലിയ സോളിനോയിഡിൻ്റെ റേഡിയസ് എത്രയാണ്? R2 ആണ്. സോ ആ 2 വാല്യൂ ഒന്ന് കൺസിഡർ ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ഡെറിവേഷനിലേക്ക് കിടക്കാം. എന്താണ് അതിൻ്റെ ഇൻഡക്റ്റൻസ് നോക്കിക്കോളൂ. ഓക്കെ, ഞാൻ ഓൾറെഡി ഫിഗർ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 സോളിനോയിഡ് ഉണ്ടല്ലോ, ഒരു ചെറിയ സോളിനോയിഡ് ഉണ്ട്, അതിൻ്റെ മേലെ കൂടെ എന്തുണ്ട്? ഒരു വലിയൊരു സോളിനോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? വൈൻഡ് ചെയ്തിട്ടുണ്ട്. റെഡിയാണല്ലോ? സോ ഞാൻ ഇനി ഓരോ ടേംസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ I1 എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ കൊടുക്കുന്ന കറണ്ടാണ്. എവിടെയാണ് കൊടുക്കുന്നത്? S1 എന്ന് പറയുന്ന സർക്യൂട്ടിൽ, S1 എന്ന് പറയുന്ന കോയിലാണ് നമ്മൾ I1 എന്ന് പറഞ്ഞ കറണ്ട് കൊടുക്കുന്നത് അല്ലേ? ഈ L എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ്. ഇത് രണ്ടിനും ഈക്വൽ ആണ് അല്ലേ? ഏതൊക്കെയാ? ഈ ചെറിയ സോളിനോയിഡ് ആയാലും ശരി, വലിയ സോളിനോയിഡ് ആയാലും ശരി, L എന്താണ്? ലെങ്ത് എന്താണ്? ഈക്വൽ ആണ്. ദെൻ N1 എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് N1? N1 ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് എന്താണ്? ടേൺസ് ഇൻ ദ S1 കോയിൽ. ദെൻ സ്മോൾ n1 എന്ന് പറഞ്ഞാലോ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ S1 കോയിൽ ഡിവൈഡഡ് ബൈ L ആണ്. അതേപോലെ തന്നെ N2 പറഞ്ഞു, സ്മോൾ n2 പറഞ്ഞു. N2 എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ S2 കോയിൽ. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ I1 എന്ന് പറയുന്ന കറണ്ട് ചേഞ്ച് ആക്കുകയാണ്. S1 എന്ന് പറഞ്ഞ കോയിലിൽ S1 എന്ന് പറഞ്ഞ കോയിലിൽ I1 എന്ന് പറഞ്ഞ കറണ്ട് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? S2 എന്ന് പറഞ്ഞ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ആവും. അതല്ല നമ്മൾ പഠിച്ചത് എവിടെ? മ്യൂച്വൽ ഇൻഡക്ഷനിൽ പഠിച്ചത്. റെഡി ആണല്ലോ? എന്താണ്? I1 ചേഞ്ച് ആകുമ്പോൾ, I1 എവിടെ ചേഞ്ച് ആകുന്നത്? S1ൽ I1 ചേഞ്ച് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു EMF ഉണ്ടാവും. എവിടെ? S2ൽ എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡക്ടൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ. ദെൻ ഓക്കെ, മാഗ്നറ്റിക്, സോ ചേഞ്ച് ആണേ, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് സോറി നോക്കിക്കോളൂ. നമുക്കറിയാം എന്താണ് ഇവിടെ φ1 അല്ലെങ്കിൽ φ2 ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? I1 ആണ് അല്ലേ? അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ദി സെക്കൻഡ് കോയിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? കറണ്ട് ഇൻ ദ പ്രൈമറി കോയിലാണ്. അത് നമ്മൾ പഠിച്ച കാര്യമാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? φ2 ഈസ് ഈക്വൽ ടു എന്താണ്? MI1 ആണ്. ആണല്ലോ? φ2 ഈസ് ഈക്വൽ ടു MI1 ആണ്. സോ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. φ2 ഈസ് ഈക്വൽ ടു MI1 ആണ്. ഇക്വേഷൻ നമ്പർ 1 വന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ? മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് സെക്കൻഡ് കോയിൽ. സോ എത്രയാണ്?
φ2 ആണ് അല്ലേ. സോ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്, NBA cos തീറ്റ അല്ലേ. എൻ എന്തുകൊണ്ടാണ് വന്നത് മനസ്സിലായില്ലേ, കാരണം എന്താ, n നമ്പർ ഓഫ് ടേൺസ് ഇവിടെ ഉണ്ട്. സോ നമ്മളിവിടെ n കൊടുക്കണം. പക്ഷേ ഇതിൽ ഏത് n ആണ് കൊടുക്കുക, N1 ആണ് N2 ആണ് കൊടുക്കേണ്ടത്? എന്താണ്, സെക്കൻഡ് കോയിലല്ലേ ചേഞ്ച് ഉണ്ടാവുന്നത്. സോ n എവിടെയാണ് ഉണ്ടാവുന്നത്, സെക്കൻഡ് കോയിലായിരിക്കണം അല്ലേ. ഇവിടുത്തെ എന്താണ് φ2 എന്ന് പറയുന്നത്, എന്താണ് φ2 ആണ്, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് സെക്കൻഡ് കോയിലാണ് എന്താണ് φ2 എന്ന് പറയുന്നത്. സോ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, N2 ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. പക്ഷേ ബി എന്ന് പറഞ്ഞാലോ, ബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഏത് മാഗ്നറ്റിക് ഫീൽഡായിരിക്കും, ഫസ്റ്റ് കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡായിരിക്കും. എന്താണ്, ഫസ്റ്റ് കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡായിരിക്കും. കാരണം എന്താ, കറണ്ട് ഐ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും അല്ലേ. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നത്. റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്താണ്, I1 ആണ്. ദെൻ എ എന്ന് പറഞ്ഞാലോ, എ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ഫിഗർ വരച്ചിരുന്നു. എന്താണ്, ഇത് വലിയ സോളിനോയിഡും ഇത് ചെറിയ സോളിനോയിഡും. ഇത് നമ്മളുടെ R1 ആണ്, ഇത് R2 ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഈ ചെറിയ സോളിനോയിഡിൻ്റെ ഏരിയ ആണോ വലിയ സോളിനോയിഡിൻ്റെ ഏരിയ ആണോ വരിക? എന്താണ്, ഈ ചെറിയ സോളിനോയിഡിൻ്റെ ഏരിയ ആണ് വരിക. കാരണം മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണുള്ളത്, ഈ ചെറിയ ഏരിയയിലുള്ളത്. സോ നിങ്ങൾ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ ദ സർഫസ് അല്ലേ. അതായത് R1 എന്ന് പറയുന്ന സർഫസിലൂടെ എന്ത് വരുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരുള്ളൂ. സോ അപ്പോൾ നമ്മൾ എത്ര എടുത്താൽ മതി ഏരിയ, ഈ ചെറിയ ഏരിയ എടുത്താൽ മതി. ഈ ടോട്ടൽ ഏരിയ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഏരിയ കൂടെ മാത്രമേ എന്തുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകുള്ളൂ. ദെൻ എന്ത് വരും, A ഈസ് ഈക്വൽ ടു A എന്താണ്, A1 ആണ്. ഇവിടുത്തെ തീറ്റ എന്തായിരിക്കും, തീറ്റ ഒബ്വിയസ്ലി എന്താണ്, തീറ്റ 0 ആണ് അല്ലേ. നമ്മൾ നേരത്തെ എടുത്ത പോലെ തീറ്റയ്ക്ക് ചേഞ്ച് വരുന്നില്ല. തീറ്റ എന്താണ്, 0 ആണ്. നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ഇതിൻ്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്. സോ തീറ്റ എന്ത് വരും, തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി അല്ലേ. ദെൻ നമുക്ക് എന്ത് പറയാം, φ2 ഈസ് ഈക്വൽ ടു N2 അല്ലേ. N2 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, സ്മോൾ n2 ഇൻറ്റു L എന്ന് എഴുതി കൂടെ എഴുതാം അല്ലേ. ദെൻ എന്ത് വരും ബാക്കി, B1 എന്ന് പറഞ്ഞതാണ്, B1 ഇക്വേഷൻ എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ പ്രൈമറി സോളിനോയിഡ് എന്താ വരിക, μ0 NI1 ആണല്ലോ. A1 എന്ന് പറഞ്ഞാൽ എന്താണ്, πr1². റെഡി ആണല്ലോ. ഞാൻ ഇത് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കും. റെഡി അല്ലേ, സിമ്പിൾ അല്ലേ, നോക്കിക്കോളൂ. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. ദെൻ ഇക്വേറ്റിംഗ് ഏതൊക്കെയാണ്, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ദെൻ എന്താ വരിക നമുക്ക്, MI1 ഈക്വൽ ടു ദാറ്റ് ഈസ് N2 ഇൻറ്റു L ഇൻറ്റു ബാക്കി എന്ത് വരും, μ0 NI1 πr1² ആണല്ലോ. ദെൻ ഇതിൽ എന്തൊക്കെ കട്ട് ചെയ്ത് പോവാ, I1 കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്, M ഈക്വൽ ടു μ0 N1 ഉണ്ട് N2 ഉണ്ട് അല്ലേ. μ0 N1 ആണ്, ഇവിടെ N1 മാർക്ക് ചെയ്യണേ, ഞാൻ വിട്ടുപോയിട്ട്. സോ N1 N2 ബാക്കി എന്തുണ്ട്, ഒരു πr1² ഇൻറ്റു ഒരു എല്ലും കൂടി ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ എന്തുള്ളൂ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ 2 കോആക്സിയൽ സോളിനോയിഡ് അല്ലേ. ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ πr1² എന്ന് പറയുന്നത് A1 ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ സോളിനോയിഡിന്റെ കേസിൽ ഇക്വേഷൻ പഠിച്ചു. എവിടെ, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് എത്രയാണെന്നുള്ളത്. ഇത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ 2 കോആക്സിയൽ സോളിനോയിഡ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്, ഇതും പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് AC ജനറേറ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏകദേശം ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തോടടുത്ത് വരുന്ന സെക്ഷനാണ് AC ജനറേറ്റർ. നിങ്ങൾ എന്താണ് ജനറേറ്റേഴ്സ് എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. വാട്ട് യു മീൻ ബൈ എ ജനറേറ്റർ, എന്താണ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ, വാട്ട്സ് എ യൂസ് ഓഫ് എ ജനറേറ്റർ, എന്താണ് ജനറേറ്ററിൻ്റെ യൂസ്. ജനറേറ്റർ എന്തിനാ ഉപയോഗിക്കുക, ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനാണ് എന്ത് ചെയ്യുന്നത്, ജനറേറ്റർ ഉപയോഗിക്കാറല്ലേ. സോ ജനറേറ്റർ ഈസ് യൂസ് ടു കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി അല്ലേ. എന്താണ് മെക്കാനിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്
എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ എന്ത് വിളിക്കുക? ഈ ജനറേറ്റർ എന്ന് വിളിക്കുക അല്ലേ. സോ അവിടെ ഉണ്ടാകുന്ന കറണ്ട് AC കറണ്ട് ആണെങ്കിൽ ആ ജനറേറ്റർ എന്തായിരിക്കും? AC ജനറേറ്റർ ആണ്. നിങ്ങൾക്ക് AC ജനറേറ്റർ മാത്രമേ പഠിക്കാനുള്ളൂ ഇപ്പോൾ. സോ ഏതൊരു ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ ബാക്കിൽ എന്തുണ്ടാവണം? ഒരു പ്രിൻസിപ്പിൾ വേണം, അല്ലെങ്കിൽ ഒരു ജനറൽ പ്രിൻസിപ്പിൾ വേണം. സോ വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് AC ജനറേറ്റർ? എന്തായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലേ. AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലേ. ഞാൻ ബേസിക്കലി പറയുമെങ്കിൽ സിമ്പിളാണ് കാര്യം അല്ലേ, വളരെ സിമ്പിളാണ്. ജനറേറ്ററിൻ്റെ മെയിൻ പാർട്സ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് ഇവിടെ വരച്ചിരിക്കുന്നത് അല്ലേ. ഒന്നെന്താണ്? ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. നമ്മൾ കൊമേഴ്ഷ്യലി ഉണ്ടാക്കുമ്പം അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും. കാരണം പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ശക്തി, അതായത് അതിൻ്റെ പവർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ലോങ് ലൈഫ് ഉണ്ടാവില്ല. എന്താണ്? കാലം കൂടുന്നതനുസരിച്ച് എന്ത് കൂടും? എന്ത് കുറയും? പവർ കുറഞ്ഞു വരും. സോ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റാണ് ഉപയോഗിക്കാറ് എവിടെ? കൊമേഴ്ഷ്യൽ യൂസിൽ. ദെൻ ഒരു മാഗ്നറ്റ് ഉണ്ട്, ദെൻ ഒരു കോയിലുണ്ട് അല്ലേ. സെൻട്രൽ ഒരു കോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ആ കോയിലിനെ വിളിക്കുന്ന പേരാണെന്ത്? ആർമേച്ചർ കോയിൽ എന്നാണ് വിളിക്കുക. ദെൻ എന്തുണ്ട്? രണ്ട് ബ്രഷ് ഉണ്ട്, രണ്ട് ബ്രഷസ് ഉണ്ട്. സോ രണ്ട് സ്ലിപ്പ് റിങ്സും ഉണ്ട് അല്ലേ. സോ ഈ സ്ലിപ്പ് റിങ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യിക്കുന്നത്. സോ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഈ ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ 4 പാർട്ടാണുള്ളത്. ഒന്ന് ആർമേച്ചർ കോയിൽ ഉണ്ട്, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, സ്ലിപ്പ് റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രഷസ് ഉണ്ട്. അങ്ങനെ 4 പാർട്ടാണുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളൊരു എക്സ്റ്റേണൽ വർക്ക് കൊടുത്തിട്ട് എന്ത് സംഭവിക്കും? ഈ ഒരു ആർമേച്ചർ കോയിൽ എവിടെ റൊട്ടേറ്റ് ആവും? ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ റൊട്ടേറ്റ് ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ. മാഗ്നറ്റിക് ഫീൽഡൊക്കെ അങ്ങോട്ടുണ്ട് അല്ലേ. നോർത്ത് ടു സൗത്ത് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ അതിനുള്ളിൽ എന്ത് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും? ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും അല്ലേ. സോ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യാന്ന് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ആണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? ഒരു EMF ജനറേറ്റ് ചെയ്യും. റെഡി ആണല്ലോ. സോ ആ EMF ആണ് നമ്മളുടെ കറണ്ട് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യും? കറണ്ടിന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലേ. അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചാൽ എന്താണ്? AC ജനറേറ്റർ കൺവേഴ്സ് മെക്കാനിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ വിച്ച് മെക്കാനിക്കലി റൊട്ടേറ്റഡ് ഇൻ ദി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ദെൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യും അല്ലേ. എന്തുകൊണ്ടാണ് EMF ജനറേറ്റ് ആവുന്നത്? ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് കോയിൽ ചേഞ്ചസ് അല്ലേ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. നോക്കിക്കോളൂ. സോ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ 5B ആണ് അല്ലേ. 5B ഈസ് ഈക്വൽ ടു എന്ത് പറയാം? B.A ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് പറയാം? ദാറ്റ് ഈസ് BA cos θ ആണ്. BA cos θ ആണ്. വേർ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് വിചാരിക്കുക അല്ലെ. നമ്മുടെ ആർമേച്ചർ കോയിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ആ n ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. റെഡി ആണല്ലോ. ഓക്കെ. അപ്പോൾ 5B ഈക്വൽ ടു എന്ത് കിട്ടി? NBA cos θ. റെഡി അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമുക്ക് തീറ്റയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലേ. നമ്മളുടെ ആർമേച്ചർ കോയിൽ ഓക്കെ. ഇതാണ് നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ എന്ത്? ആർമേച്ചർ കോയിൽ ഉണ്ട്. റെഡി ആണല്ലോ. ഈ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസിയിലാണെന്ന് വിചാരിക്കുക. ദ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഒമേഗ അറ്റ് ടൈം ടി. ദെൻ അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? θ/t ആയിരിക്കും. ഒമേഗ ഈക്വൽ ടു θ/t ആയിരിക്കും അല്ലേ. ഒമേഗ ഈക്വൽ ടു എന്താണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എന്ത് പറയാം? ഒമേഗ ടി എന്ന് പറയാം. റെഡി ആണല്ലോ. വാട്ട് ഈസ് ഒമേഗ? ഒമേഗ ഇസ് ദ ആംഗുലർ സ്പീഡ് ആണ്. റെഡി ആണല്ലോ. ദെൻ ഇക്വേഷൻ ഞാൻ മാറ്റി എഴുതുകയാണ്. ദെൻ NBA cos θ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഒമേഗ ടി ആണ്. റെഡി ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5B ആണ് അല്ലേ. ഇത് ഇക്വേഷൻ ഓക്കെ. ഇക്വേഷൻ നമ്പർ 1 ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന EMF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ടോട്ടൽ EMF കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ EMF ദാറ്റ് ഈസ് E is equal to എന്താ വരിക? -d/dt ഓഫ് എന്ത് വരും? 5B വരും അല്ലേ. റെഡി ആണല്ലോ. സോ അങ്ങനെയാണ് എന്ത് വരും? d/dt ഓഫ് 5B എന്ന് പറഞ്ഞാൽ എത്രയാണ്?
എൻ ബി എ കോസ് ഒമേഗ ടി ആണ്. റെഡി അല്ലേ? ഇതിൽ എന്നും ബിയും എയും എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ, മാറിക്കൊണ്ടിരിക്കുന്നില്ല. കാരണം ഏരിയ മാറുന്നില്ല, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നില്ല, എന്നും മാറുന്നില്ല. സോ എല്ലാം കോൺസ്റ്റന്റ് ആണ്. ഞാൻ എല്ലാം പുറത്തേക്ക് എടുത്തു, എൻ ബി എ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്തുണ്ട്? ഡി ബൈ ഡി ടി ഓഫ് ഒരു കോസ് ഒമേഗ ടി ഉണ്ട്. റെഡി ആണല്ലോ? വാട്ട് ഈസ് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി? പഠിച്ചിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് എൻ ഇൻറ്റു ബി എ. വാട്ട് ഈസ് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി? മൈനസ് സൈൻ ഒമേഗ ടി. അത് മാത്രം മതിയോ? ഇൻറ്റു ഒരു ഒമേഗയും കൂടി ഉണ്ടാവും കേട്ടോ. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ദെൻ ബാക്കി അപ്പോൾ ഇക്വേഷൻ എന്ത് വന്നു? മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആയി കേട്ടോ. ദാറ്റ് ഈസ് എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി. സോ ഇതാണ് ഇവിടുത്തെ ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? എപ്പോഴാണ് ഇ എം എഫ് മാക്സിമം ആവുക? ഉണ്ടാവുന്ന ഇ എം എഫ് എപ്പോഴാണ് മാക്സിമം ആവുക? ദെൻ വെൻ ഒമേഗ ടി ഈക്വൽ ടു 90 ഡിഗ്രി. ഒമേഗ ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം, അല്ലെങ്കിൽ തീറ്റ ഒമേഗ ടി. ഓക്കെ, ഒമേഗ ടി വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? തീറ്റ 90 കാരണം ഒമേഗ ടി 90 ഡിഗ്രി അല്ലേ? തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മളുടെ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം? എൻ ബി എ ഒമേഗ അല്ലേ? ഇതാണ് നമ്മുടെ മാക്സിമം ഇ എം എഫ്. മാക്സിമം ഇ എം എഫിന് ഇക്വേഷൻ കൊടുത്തു, E0 എന്ന് കൊടുത്തു. E0 എന്താണ്? മാക്സിമം ഇ എം എഫ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ടേമിന് എനിക്ക് എന്ത് വിളിക്കാം? E0 എന്ന് വിളിച്ചൂടെ? ദെൻ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. സോ ഇക്വേഷൻ എന്ന് ഓർത്തിരിക്കുക അല്ലേ? സോ എപ്പോഴാണ് നമ്മുടെ ഇ എം എഫ് മാക്സിമം ആവുക? വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. വാട്ട് ഈസ് തീറ്റ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ കൂടുതലേക്ക് പോകുന്നില്ല ഇല്ല. തീറ്റ എന്നൊക്കെ ഞാൻ പറഞ്ഞു, എന്താണ്? ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും നമ്മളുടെ ആംഗിളാണിത് തീറ്റ എന്ന് പറയുന്നത്. സോ അത് 90 ഡിഗ്രി വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് മാക്സിമം ഇ എം എഫ് ജനറേറ്റ് ആവുന്നത്. റെഡി ആണല്ലോ? സോ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. റെഡി ആണല്ലോ? ഓക്കെ. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫിൻ്റെ ആ ഒരു ബിഹേവിയർ എങ്ങനെയാണുള്ളത്? നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. എന്താണ് ഇ എം എഫ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് കേസിൽ നോക്കിക്കോളൂ, നമ്മളുടെ ആർമേച്ചർ കോയിൽ, ഈ ഫിഗർ കൺസിഡർ ചെയ്യണം. ഈ ഒരു ഫിഗറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇതിൽ ആർമേച്ചർ കോയിൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആർമേച്ചർ കോയിൽ. ഈ ആർമേച്ചർ കോയിൽ എന്താണ്? പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡാണ് അല്ലേ? സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ആർമേച്ചർ കോയിൽ എന്താണ്? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനാണ് അല്ലേ? റെഡി ആണല്ലോ? സോ ഈ ഒരു പോയിന്റിൽ പെർപെൻഡിക്കുലർ, ആർമേച്ചർ കോയിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാം തീറ്റ എന്താ വരിക? ഫസ്റ്റ് കേസിൽ വെൻ സ്റ്റേജ് 1 ആണ് ഞാൻ പറയുന്നത്, സ്റ്റേജ് 1 ആണ്. സ്റ്റേജ് 1 എന്താ സംഭവിക്കുക? സ്റ്റേജ് 1 ആണ്. സ്റ്റേജ് 1 എന്താ സംഭവിക്കുക? ആർമേച്ചർ കോയിൽ ഈസ് പ്ലെയിൻ ഓഫ് ദി ആർമേച്ചർ കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആംഗിൾ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും അല്ലേ? സോ തീറ്റ ഈക്വൽ എന്ത് പറയാം? 0 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് എത്രയാണ്? ഈസ് ഈക്വൽ ടു 0 ആണ്. ഈസ് ഈക്വൽ ടു ഡിഗ്രി അല്ല, 0 ആണ്. തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. ഈസ് ഈക്വൽ ടു 0 ആണ്. സോ അവിടെ എന്തില്ല? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ 0 കൊടുത്തത്. ദെൻ ആർമേച്ചർ കോയിൽ നമ്മൾ മെല്ലെ റൊട്ടേറ്റ് ചെയ്യാണ് അല്ലേ? ആർമേച്ചർ കോയിൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ ആർമേച്ചർ കോയിൽ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? ഇങ്ങോട്ടാണുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഈ ഒരു ഡയറക്ഷനിലും. ആർമേച്ചർ കോയിൽ എങ്ങോട്ടാണ്? ഈ ഒരു ഡയറക്ഷനിലുമാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്തുള്ള തീറ്റ എന്തായിരിക്കും വരിക? എന്താണ് തീറ്റ എന്ന് പറയുന്നത്? എന്താണ്? ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. സോ തീറ്റ എന്ത് വരും? തീറ്റ എന്ത് കിട്ടി? സ്റ്റേജ് 2 തീറ്റ എന്ത് കിട്ടി? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അല്ലെങ്കിൽ 90 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. ദെൻ ആ സമയത്ത് ഇ ഈക്വൽ ടു എന്ത് കിട്ടി? ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും അല്ലേ? വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ഇ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ആ വാല്യൂ എത്രയാ? എൻ ബി എ ഒമേഗ അല്ലേ? നോക്കൂ, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പം എന്ത് കിട്ടി? മാക്സിമം ഇ എം എഫ് കിട്ടി. റെഡി ആണല്ലോ? ദെൻ നമ്മളൊരു 180 ഡിഗ്രി പിന്നെയും റൊട്ടേറ്റ് ചെയ്തു. ഇപ്പം എങ്ങനെയാണല്ലേ? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ ഇത്രയും പിന്നെയും റൊട്ടേറ്റ് ചെയ്തു അല്ലേ? ആദ്യം ഇങ്ങനെയുള്ളത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി അല്ലേ? സോ ആ കേസാണ് ഞാൻ പറയുന്നത്.
സോ ആ സമയത്ത് നമുക്ക് സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3യിൽ തീറ്റ ഈക്വൽ എന്താ വരിക? 180 ഡിഗ്രി അല്ലേ? സ്റ്റേജ് 3യിൽ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. സോ അപ്പോഴുള്ള നമ്മളുടെ EMF എന്താ വരിക? തീറ്റ കോസ് 180 എന്ന് പറയുന്നത് കോസ് പൈ എന്ന് പറയുന്നത് എന്താണ്? സോറി, സൈൻ പൈ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ? സോ ആ സമയത്തും EMF എന്ത് കിട്ടി? 0 കിട്ടി അല്ലേ? 180 കറങ്ങുമ്പോൾ EMF എന്ത് കിട്ടും? 0 കിട്ടും. ദെൻ ഇപ്പൊ എങ്ങനെയാണുള്ളത്? ഇങ്ങനെയാണുള്ളത് അല്ലേ? ഇത് പിന്നെയും റൊട്ടേറ്റ് ചെയ്യും ആണല്ലോ. പിന്നെ റൊട്ടേറ്റ് ചെയ്തെങ്കിൽ ഈ ഒരു പൊസിഷനിലാണ് ഉണ്ടാവുക അല്ലേ? സോ ദെൻ ആ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേജ് 4 ആണ് അല്ലേ? സ്റ്റേജ് 4ൽ എത്ര റൊട്ടേറ്റ് ആയി? തീറ്റ ഈക്വൽ ടു 270 ഡിഗ്രി റൊട്ടേറ്റ് ആയി അല്ലേ? 270 ഡിഗ്രി റൊട്ടേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസ് ഈക്വൽ ടു പറയാം സുഖമായിട്ട്. എന്ത് വരും? ഈസ് ഈക്വൽ ടു -NBA ഒമേഗയാണ്. കാരണം എന്താ? സൈൻ 270 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അപ്പോൾ -NBA ഒമേഗ വരും അല്ലേ? -NBA ഒമേഗ. വീണ്ടും 360 ഫുൾ കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ എവിടെ എത്തി? EMF 0 ആയി. സോ സ്റ്റേജ് 5ൽ EMF എന്താണ്? ഈക്വൽ ടു 0 ആണ്. റെഡി ആണല്ലോ? സോ ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഇക്വേഷൻ പ്രകാരമാണ്. എന്താണ്? ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. സോ ഈ ഇക്വേഷൻ പ്രകാരമാണ് നമുക്ക് ബാക്കിയെല്ലാം കിട്ടിയത്. റെഡി ആണല്ലോ അല്ലേ? സോ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മളെ ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നത്? ഗ്രാഫ് 0 തുടങ്ങി മാക്സിമം ആയി, പിന്നെ 0 ആയി, പിന്നെ മിനിമം ആയി, പിന്നെ മാക്സിമം ആയി. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട് അല്ലേ? ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ എന്തായി? നെഗറ്റീവായി. സോ കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്? മാറിക്കൊണ്ടിരിക്കും. സോ കറണ്ടിന്റെ ഡയറക്ഷൻ ഓരോ ഹാഫ് സൈക്കിളിൽ മാറുന്നുണ്ടെങ്കിൽ, അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ ഓരോ ഹാഫ് സൈക്കിൾ മാറുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്തായിരിക്കും? ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. റെഡി ആണല്ലോ? ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ ഈക്വൽ ഇന്റർവെല്ലിൽ എന്താണ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് പിന്നെയും പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. സോ ഇതാണ് എന്ത് നമ്മളുടെ AC ജനറേറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എടുത്ത കാര്യങ്ങൾ ആലോചിക്കുക. ഫസ്റ്റ് എന്താണ്? പ്ലെയിൻ ഓഫ് ദി നമ്മളുടെ ആർമേച്ചർ കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടു എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലേ? അതിങ്ങനെയാണ് വരിക. സോ അങ്ങനെയാണെങ്കിൽ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. പാരലൽ പറഞ്ഞാൽ തീറ്റ ഈക്വൽ എത്ര വരും? 0 വന്നു. ഫസ്റ്റ് കേസിൽ 0 വന്നു. സോ അത് മെല്ലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തപ്പോൾ തീറ്റ ഈക്വൽ എത്ര വന്നു? 90 ഡിഗ്രി വന്നു. ദെൻ ആ സമയത്തുള്ള EMF ഇൻഡ്യൂസ്ഡ് എന്ത് വന്നു? NBA ഒമേഗ. ദാറ്റ് ഈസ് മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്തു. എവിടെ? വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? തീറ്റ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം EMF ഉണ്ടായി. ദെൻ തീറ്റ പിന്നെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. സോ പിന്നെന്തായി? മിനിമം EMF ആയി. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ EMF കണ്ടിരിക്കാം. സോ 360 ആയി അല്ലേ? ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ സൈക്കിൾ പിന്നെയും സ്റ്റാർട്ട് ആവും. കാരണം 360 എത്തിയപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ ആയില്ലേ? സോ അടുത്ത റൊട്ടേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും ഓരോ റൊട്ടേഷൻ കഴിയുമ്പോൾ നമുക്ക് ഓരോ EMF കിട്ടും അല്ലേ? അതിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുക? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ചേഞ്ചസ് പീരിയോഡിക്കലി. എന്താണ്? ദെർഫോർ പീരിയോഡിക്കലി ചേഞ്ച് ആവും. ദെർഫോർ നമുക്ക് കറണ്ടിനെ എന്ത് വിളിക്കാം? ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തുള്ളൂ? AC ജനറേറ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഡെറിവേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക. ഏതൊക്കെയാണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ കോ ആക്സിയൽ സോളിനോയിഡ്, ദെൻ നമ്മൾ പഠിച്ച AC ജനറേറ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ ആദ്യ പ്രാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി കാണുക കേട്ടോ. ഒരു പ്രാവശ്യം കണ്ട് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്, കംപ്ലീറ്റ് കാണുക. ഒരു പോയിന്റ് പോലും മിസ്സാക്കരുത്. റെഡി ആണല്ലോ? സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.